12%, 18%, 20% പലിശയൊക്കെയാണ് അവർ തരുന്നത്. നോർക്കയെ കൊണ്ട് എന്താ ഉപയോഗം നമുക്ക്? 100% നോർക്കയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഒരു മനുഷ്യർക്കും കിട്ടൂല. ഒരു യാതൊരു സംശയമില്ല. നോർക്ക എന്ന് പറഞ്ഞാൽ പ്രകസനമാണ്. ഈ പറഞ്ഞത് അത്രയും കള്ളമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് ഒരു ഘട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം ആത്മഹത്യ മാത്രമേ ഉള്ളൂ. കയറെടുത്ത് തൂങ്ങുക, അത് മാത്രമേ ഉള്ളൂ കാര്യം. അല്ലാതെ ഒരു നിവർത്തിയില്ല. സർക്കാർ കുറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് എന്തെങ്കിലും കിട്ടിയായിരുന്നു? ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്ന് വരെ. ഒരു ആനുകൂല്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്നൊരു പിടിയില്ല. ഞാൻ 220 രൂപ ഇതെല്ലാം രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഡോക്യുമെന്റ്സ് എല്ലാം കൊണ്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇതൊരു ഭയങ്കരമായ ചതിയായിപ്പോയി. ഞങ്ങൾ ഈ പ്രവാസികൾ എന്താ ചെയ്യേണ്ടത്? ആത്മഹത്യ ചെയ്യണോ? ഞാൻ ആരുടെ ഇത് കംപ്ലൈന്റ് ഇടുന്നത്? നോർക്കയുടെ ആരുടെ കംപ്ലൈന്റ് ഇടുന്നത്? നമസ്കാരം. ഏകദേശം 25 ലക്ഷത്തോളം പ്രവാസികളാണ് സർക്കാരിൻ്റെയും നോർക്കയുടെയും ഒക്കെ മധുര വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് നാട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഇന്ന് അവരിൽ പലരുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. നോർക്കയൊക്കെ അവരെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന ലോണോ ഈ പറയുന്ന പാക്കേജോ ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. വളരെ ദുസ്സഹമാണ് ഇപ്പോൾ അവരുടെ ജീവിതമൊക്കെ. കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ 90% ഇവിടെ കൊണ്ടെത്തിച്ചത് പ്രവാസികളാണ്. അവരുടെ കഷ്ടപ്പാടിൻ്റെയും വിയർപ്പിൻ്റെയും രക്തത്തിൻ്റെയും ഫലമാണ് ഇന്ന് ഉള്ള കേരളം. എന്നാൽ ഈ കൊറോണ എന്ന മഹാമാരി വന്നതിന് ശേഷം ഈ പ്രവാസികളുടെ നില ആകെ പരുങ്ങലിലാണ്. എല്ലാവരും ജോലി നഷ്ടപ്പെട്ട ഭൂരിഭാഗം പേരും, ഏകദേശം 25 ലക്ഷത്തോളം പേരാണ് ഇപ്പോൾ കേരളത്തിൽ പ്രവാസികൾ ആയി വന്നിരിക്കുന്നത്, അതായത് അഭയാർത്ഥികളായി എത്തിയിരിക്കുന്നത്. എന്നാൽ ഈ അഭയാർത്ഥികളെ, ഈ പ്രവാസികളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ പുനരധിവസിക്കാനുള്ള യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. ആകെയുള്ളൊരു പ്രതീക്ഷ നോർക്കയായിരുന്നു. എന്നാൽ ഈ നോർക്ക പോലും ഇപ്പോൾ ഈ പ്രവാസികളെ കൈയൊഴിഞ്ഞ രീതിയിലാണ്. ഞാൻ തിരിച്ചു വരികയാണ്. ഞാനിവിടെ തിരിച്ച് നാട്ടിലെത്തിയിട്ട് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ വരുന്നത്. പക്ഷേ ഇനി പിന്നെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരെ പറ്റിയിട്ടില്ല. ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഒരു കൃഷി ഫാം സർക്കാർ പറഞ്ഞ് നീ ഫാം ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് എല്ലാ പൈസയും തരുമെന്ന്. ഇന്ന് വരെ ആയിട്ട് ആ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. പൈസയും തന്നില്ല, ഒന്നുമില്ല. ഈ കെട്ടിയ കെട്ടിടം മാത്രം ഇതാ ഇപ്പം നശിച്ച് കിടപ്പുണ്ട് കെട്ടിടം. ഇതിന് ആട് വാങ്ങിക്കാനോ കോഴി വാങ്ങിക്കാനോ നമുക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ ആരുമില്ല. ഇതിന് ശേഷം ഞാൻ വിചാരിച്ച് കൃഷി ചെയ്യാമെന്ന്. ഇത് നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ യാത്ര ചെയ്തില്ലേ? ഇതിന് ശേഷം പിന്നെയാണ് നോർക്കയിലുമായിട്ട് ബന്ധപ്പെട്ടത്. നോർക്കയുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു ഇത്ര ശതമാനം, 6% അല്ലെങ്കിൽ 4% സബ്സിഡി ഇത് തരാം, നിങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലിയും എന്നെ വിളിച്ച് വരുത്തിയിട്ട് അവരിതാ ഈ പറഞ്ഞ പേപ്പറും പ്രകാരം കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അത്രയും ഉണ്ട്. ഈ പറഞ്ഞ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്കതെല്ലാം കിട്ടും, മറ്റു കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾക്ക് ഗവൺമെൻറ് നിങ്ങളെ കൂടെ ഉണ്ടെന്നെല്ലാം പറഞ്ഞു. പിന്നെയാണ് ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇവരൊന്നും ഈ പറഞ്ഞ ആളുകളൊന്നും പിന്നെ അവിടെ ഇല്ല. അവർ വേറെ ആ നിലയിൽ പോ, ഈ നിലയിൽ പോ. പിന്നെ നമുക്കായിട്ട് അവർക്കൊരു ലൈനില്ല. വല്ലപ്പോഴും കൂടി ഫോണ് കിട്ടിയില്ലെങ്കിൽ ഇല്ല. ആ അവസ്ഥയിലേക്ക് വന്നു. പിന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊരു 3-4 ബാങ്കുകളുടെ ലിസ്റ്റ് തരാം. ഈ ബാങ്കുകളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ചെയ്തോളി. ആ ബാങ്കുകളുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് അറിയുന്നത് 12%, 18%, 20% പലിശയൊക്കെയാണ് അവർ തരുന്നത്. പിന്നെ നമുക്ക് നോർക്കയുടെ എന്ത് സഹായം? നോർക്കയെ കൊണ്ട് എന്താ ഉപയോഗം നമുക്ക്? അപ്പോൾ നമ്മളെ കുടുംബത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കൊടുക്കണം. നമ്മളെ വസ്തുവിൻ്റെയും നമ്മളെ മരിച്ചുപോയ അപ്പൂപ്പൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. ഞങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കുകാർക്ക് വന്ന് അവർ നോക്കി അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ തരുള്ളൂ. നോർക്കയ്ക്ക് യാതൊരു ഇടപാടും അതിലില്ല. നോർക്ക എന്ന് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും സബ്സിഡി ഉണ്ടെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവർ സർട്ടിഫൈഡ് ആണെങ്കിൽ മാത്രം കിട്ടും. ഇത് ചെയ്താൽ നമ്മളെങ്ങനെ ചെയ്യും? ഇതിന് പിന്നീടും അവർ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ആൾക്കാർ വിളിച്ച് നിങ്ങളെല്ലാം ക്ലിയർ ആണോ, നോർക്കൽ നിങ്ങൾ കൊടുത്ത് നിങ്ങൾ ശരിയാണോ? അപ്പോൾ ഞാൻ പറയും എനിക്കൊന്നും കിട്ടിയില്ല. എങ്കിൽ ഒരു നമ്പർ തരും, നമ്മൾ അതിൽ കോൺടാക്ട് ചെയ്യും. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അത് കൊറോണയായിട്ട് പോയെന്ന് പറയും. അപ്പോൾ കൊറോണ കാലം കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഇവർ തരുമില്ലെന്ന് അറിഞ്ഞു. തരില്ല. 100% നോർക്കയുടെ ഭാഗത്തുനിന്ന് ഒന്നും ഒരു മനുഷ്യർക്കും കിട്ടില്ല. ഒരു യാതൊരു സംശയമില്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ പല ബാങ്കുകളുമായിട്ട് അവർ കോൺടാക്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെപ്പോലുള്ള ആൾക്കാരെ കെട്ടി അവർക്കും കൊടുക്കും. അവർക്ക് കൊടുത്തിട്ട് അവർ പറയുന്ന നിയമം അനുസരിച്ച് അവർ 8% എന്ന് പലിശ എന്ന് പറഞ്ഞാൽ 8%, 12 എന്ന് പറഞ്ഞാൽ 12. അത് വേണമെങ്കിൽ ആ പൈസ അത് കൊടുക്കണമെങ്കിൽ എങ്ങനെ നമ്മുടെ വസ്തുവിൻ്റെ ആധാരവും പ്രമാണവും അത്രയും അവിടെ കൊണ്ട് കൊടുക്കണം. അതാണ് എൻ്റെ ഇരിക്കുന്നത്. ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ നോർക്ക ആദ്യം ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് ഇവർ നമ്മളെ അവരുമായിട്ട് ടച്ചാക്കി തരും. ബാങ്കുകളുമായിട്ട് ഈ ബാങ്കുകളുമായിട്ട് ടച്ചായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പൈസ കൊടുക്കണോ അടയ്ക്കണോ എല്ലാം ബാങ്കുമായിട്ടാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇതിനേക്കാൾ നമ്മൾ വേറെ ബാങ്കിൽ പോയി ലോൺ എടുത്താൽ പോരെ. പിന്നെ നോർക്കയെ കൊണ്ട് നമുക്ക് എന്താ? നോർക്ക എന്ന് പറഞ്ഞാൽ പ്രകസനമാണ്. ഈ പറഞ്ഞത് അത്രയും കള്ളമാണ്.
ഈ കാണിക്കുന്ന അത്രയും ഒരു ഇത് വെച്ചിട്ടാണ് നമ്മളെ പറയുന്നത് ഈ കോൺടാക്ട് ചെയ്യാൻ നമ്പർ. ഇപ്പോൾ വിളിച്ചാലും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും, ചിലപ്പോൾ അറ്റൻഡ് ചെയ്യില്ല. ഒന്നുകിൽ പറയും നമുക്ക് ഇതെല്ലാം കഴിയട്ടെ എന്ന് പറയും. ഇങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. പ്രവാസികളുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനായി ഇവിടെ ഒരുപാട് സംഘടനകളുണ്ട്, സർക്കാരുണ്ട്, നോർക്കയുണ്ട്. എന്നാൽ ഇവരാരും തന്നെ ഈ പറയുന്ന പ്രവാസികളുടെ കാര്യത്തിൽ യാതൊരുവിധ പരിഗണനയും കാണിക്കുന്നില്ല. അതുമാത്രമല്ല, ഇവരെ രക്ഷപ്പെടുത്താനായി യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. അത്രയും ദയനീയമാണ് പ്രവാസികളുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നാലേ മതിയാവും. ഇവരുടെ നേരെ സർക്കാർ കണ്ണ് തുറക്കണം. ഇവരുടെ ജീവിതം ഇങ്ങനെ പാഴായി പോകാനുള്ള ഒന്നല്ല, പാഴ്ജന്മങ്ങളല്ല ഇവർ. ഇവരുടെ ജീവിതത്തിൻ്റെ ആയുസിൻ്റെ ഭൂരിഭാഗം മുഴുവൻ നാടിനും ബന്ധുക്കൾക്കും സ്വന്തം മക്കൾക്കും വേണ്ടി ചെലവഴിച്ചതാണ്. അവരാണ് ഇപ്പോൾ ജോലി പോലും ഇല്ലാതെ ഈ നാട്ടിൽ അലിഞ്ഞു തിരിയുന്നത്. എൻ്റെ പേര് ഷിനു. ഞാൻ ദുബൈയിലായിരുന്നു, 10-14 വർഷമായിട്ട് ദുബൈയിലായിരുന്നു. അവിടെ പോയൊരു ലേബർ വിസയിൽ പോയി അവിടെ ഹെൽപ്പറായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 14 വർഷമായിട്ട് അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയ അവിടുത്തെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പം 1 വർഷത്തിൽ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നായിരുന്നു ആദ്യം പോയപ്പോഴും. അന്ന് ഞാൻ വന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ഈ വീട്ടിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒരു റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കിടക്കാനും എടുക്കാനും ഒന്നും ഒരു ഇതുമില്ലായിരുന്നു. അപ്പം പഞ്ചായത്തിൽ ചെന്നിട്ട് ഞാൻ ചോദിച്ചായിരുന്നു, നമുക്കൊരു വീട് തരാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഗൾഫിലാണ്, അതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് സമീപിച്ച് നോക്കി. കാര്യം വെച്ചാൽ ഗൾഫിൽ പോയിട്ട് ഞാൻ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് ഇവർക്ക് ഇവിടെ നാട്ടിലിരിക്കുന്നവർക്ക് അറിയില്ല. കാര്യം വെച്ചാൽ അവിടെ നമ്മൾ അതായത് ജയിലിൽ പോയി കിടക്കുന്നതാണ് നമ്മുടെ ഗൾഫെന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊക്കെ ആയി. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാനൊരു ലോൺ എടുത്ത്, കാര്യം വെച്ചാൽ വീടില്ലാത്തതുകൊണ്ട് ഒരു ലോൺ എടുത്ത് ഒരു വീട് വെച്ചു. വീട് വെച്ചെന്ന് വെച്ചാൽ പണി തീർന്നിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ 2020 മാർച്ചിൽ ഞാൻ പിന്നും വന്ന് എനിക്ക് ഈ കൊറോണ കാരണം തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. കാര്യം തിരിച്ചു പോകാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം വെച്ചാൽ ഈ അസുഖം കാരണം ഫ്ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒരു ലീവിന് വന്നതാണ്. കാര്യം വെച്ചാൽ ഈ വെച്ചിട്ട വീട് എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വന്നതാണ്. അത് വന്ന് എൻ്റെ ജോലിയും നഷ്ടപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. കാര്യം ഇവിടുത്തെ സർക്കാരോ ആരും ഒന്നും ചെയ്യുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് അറിയില്ല. കാര്യം വെച്ചാൽ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, സർക്കാരിന് അറിയാം, എല്ലാം ഇവിടെ വന്നപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയുള്ള ലാസ്റ്റ് ഘട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനം ആത്മഹത്യ മാത്രമേ ഉള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഈ വീട്ടിലുള്ളൂ. അവർക്ക് സുഖമില്ലാത്തതാണ്. ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. കാര്യം പണി പോലും തീർന്നിട്ടില്ല. കാര്യം ഇനി ബാങ്കുകാർ എപ്പോഴാണ് ജപ്തിക്ക് വരണതെന്ന് അറിയില്ല. എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ അന്ന് അവിടെ നിന്ന് വരാൻ നേരത്തെ ഒരു ലോൺ തരണമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എൻ്റെ കമ്പനിയിൽ നിന്ന് ഇത് തന്നുവിട്ട ഒരു സർട്ടിഫിക്കറ്റാണ്. എന്നിട്ട് പോലും കാര്യം ഇവിടെ ഒന്നും ആരും ചെയ്യുന്നില്ല. കാര്യം നമുക്കറിയില്ല. ഇനി ലാസ്റ്റ് ഘട്ടത്തിൽ കയറെടുത്ത് തൂങ്ങുക, അത് മാത്രമേ ഉള്ളൂ. കാര്യം അല്ലാതെ ഒരു നിവർത്തിയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, ഇനി എന്ത് ചെയ്യണമെന്നും അറിയില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് പല പണിക്കും പോകുന്നുണ്ട്. കാര്യം പല പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണ ആയതുകൊണ്ട് ഡെയിലി പണിയില്ല, ഒന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴാ ഒരു ദിവസത്തെ പണി കിട്ടും. അത് പോയി കഴിഞ്ഞാൽ 1000-700 രൂപ കിട്ടും. ഇതിന് ഈ വീട്ടിന് കരം 750 രൂപയാണ്. കാര്യം ഈ ലോൺ എടുത്തിട്ടേക്കണം വീട്ടിന് 750 രൂപ കരം വർഷം അടച്ചില്ലെങ്കിൽ അവർ അടുത്ത നോട്ടീസ് അയക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് എവിടെ ചെന്ന് ആരെടുത്ത് പറയും? കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. കാര്യം എനിക്ക് വിസ ഉണ്ടായിരുന്നതാണ്, എന്നിട്ട് പോലും തിരിച്ചു പോകാൻ പറ്റിയില്ല. ഇപ്പോൾ കമ്പനി ഇനി നമ്മളെ വിളിക്കത്തുമില്ല. നമ്മളെ ജോലി നഷ്ടപ്പെട്ട് എല്ലാം കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇത് എന്ത് പറയണമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. കാര്യം വെച്ചാൽ ആ വിസ ഉണ്ടായിരുന്ന ബാങ്ക് ഇന്ന് ലോൺ എടുത്തതിൻ്റെ ഇതാണ്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും തിരിച്ചു മറിച്ചു അയച്ച് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ലോണും കാര്യങ്ങളും എല്ലാം മുടങ്ങി. ഇതെന്ത് ചെയ്യണമെന്ന് ഇനി അറിയില്ല. കാര്യം എന്താ, വിസ ഉണ്ടായിരുന്നു, പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ടുണ്ട്, ഒരുപാട് പേപ്പറുകൾ ഇരിപ്പുണ്ട്. കാര്യം വെച്ചാൽ ഇങ്ങനെ അവസാനം ആത്മഹത്യ തന്നെയാണ് ഇത്. അല്ലാതെ അതിനപ്പുറത്തോട്ട് വേറൊന്നും എനിക്ക് പറയാനില്ല. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ആറ്റിങ്ങൽ മാർക്കറ്റിലോട്ട് താമസിക്കുകയാണ്. ഞാനും ഈ ഒരു 10 ദിവസം ലീവിന് വന്നതാണ് ഗൾഫിൽ നിന്ന്. ഒരു 5 ദിവസമായപ്പോഴത്തേക്ക് ലോക്ക്ഡൗൺ ആയി. പിന്നെ തിരിച്ചു പോകാൻ വേണ്ടി 3-4 തവണ അപ്ലൈ ചെയ്തു, എന്നിട്ടും ഒരു രക്ഷയില്ല. പിന്നെ അതിനുശേഷം ഇപ്പോൾ കുറേ പൈസ കടം വാങ്ങിച്ചൊരു ചെറിയൊരു കട ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പല ബാങ്കുകളിലും കയറി ഇറങ്ങി, ഒരു രക്ഷയില്ല. ഒരു 50,000 രൂപ പറഞ്ഞിട്ട് അതുപോലെ അവർ തരുന്നില്ല. അവർ പറയുകയാണ് നോർക്കയിൽ പോ, അവിടെ പോ, ഇവിടെ പോ. പിന്നെ പ്രവാസിയുടെ ഒരു സംഘടന, അവിടെ അവരെ ഓഫീസിലും പോയി. അപ്പോൾ എല്ലാവരും പറയുന്ന ഭയങ്കര ഡോക്യുമെൻറ്റ്സ് വേണം, അത് വേണം, ഇത് വേണം. ഇത് എവിടെ നമ്മൾ ഉണ്ടാക്കുന്നത്? പ്രമാണം ഉണ്ടെങ്കിൽ തരാം, ഇല്ലെങ്കിൽ പിന്നെ ഡെപ്പോസിറ്റ് കാണിക്കണം, എങ്കിൽ ലോൺ തരാം. ഒരു 50,000 രൂപ വെച്ചിട്ട് അതുപോലും കിട്ടാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടാണ്.
ജീവിതം ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. അതിനിടയ്ക്കാണ് ഈ കൊറോണ, പിന്നെ ഷട്ട് ഡൗൺ, അത് ഇത് ആഴ്ചയിൽ ഇപ്പോഴാണ് കുറച്ചെങ്കിലും തുറക്കാൻ പറ്റിയ കട. തിരിച്ചു കയറിപ്പോൾ അവസരം പോകും. തിരിച്ചു കയറിയപ്പോൾ അവസരം കിട്ടിയാൽ പോവും. അല്ല ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുക ഈ കണ്ടീഷനിൽ? ഇപ്പോൾ പോകാനും വയ്യാത്ത കണ്ടീഷനില്ല. കാര്യം അവിടുത്തെ കാര്യങ്ങൾ മാറി. ഇപ്പോൾ നമ്മുടെ കമ്പനി തന്നെ ഇപ്പോൾ പണിയില്ലാതായി. അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ് അതൊക്കെ. ഇതൊക്കെയാണ് അവസ്ഥകൾ. ഇതായെടുത്ത് പറയാൻ എന്ത് പറയാം? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇതുമില്ല. ജീവിതത്തിന്റെ ഒരു നല്ല കാലം മുഴുവൻ, അയാളുടെ ഒരു യൗവനകാലം മുഴുവൻ മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഭാര്യയുടെയും മറ്റും പേരിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ധാരാളം പ്രവാസികളുണ്ട്. എന്നാൽ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ഇവരിൽ പലരെയും ഭാര്യമാരൊക്കെ ഉപേക്ഷിച്ചു. അവരുടെ അവസ്ഥയൊക്കെ ഏകാന്തമായൊരു ജീവിതം നയിക്കുന്ന അവസ്ഥയാണ് അവരിൽ പലരെയും നമുക്ക് കാണാൻ കഴിയും. കോവിഡ് കാരണം ഞാൻ അവിടെ നിന്ന് വന്ന് പോയിട്ട് 22 വർഷമായി. ഒരു സമ്പാദ്യവും ഇല്ല. ഉള്ള സമ്പാദ്യം എല്ലാം വെണ്ടാട്ടി കൊണ്ടുപോയി. എന്നെ വെണ്ടാട്ടി അടിച്ചും കളഞ്ഞു. ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ ഒരു വീട്ടിൽ താമസിക്കും. സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും ഇല്ല. പെൻഷൻ പോലും ചോദിച്ചാൽ തരൂലെന്ന് പറയും. ചേട്ടൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് ജീവിതം വലിയ ബുദ്ധിമുട്ടിലാണ് പോകണത്. പിന്നെ ആരെങ്കിലുമൊക്കെയാണോ എല്ലാം തന്ന് ജീവിക്കണം. സർക്കാർ കുറെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് എന്തെങ്കിലും കിട്ടിയായിരുന്നു? ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല എന്ന് വരെ. ഇപ്പം എന്താ അസുഖങ്ങളൊക്കെ എന്താ? ഇപ്പം അസുഖം എന്ന് വെച്ചാൽ വലത് സൈഡ് തളർന്നു പോയുള്ളൂ. ചികിത്സിക്കുന്നില്ലേ? ഇപ്പോഴും മരുന്ന് കഴിക്കുന്നു. അങ്ങനെ കുടുംബമൊക്കെ ഇങ്ങനെ അടിച്ച് കളഞ്ഞ് ഇത്രയും വർഷം ഞാൻ ഉള്ള സമ്പാദ്യം എല്ലാം അവിടെ ആയി. അതിലെനിക്ക് എൻ്റെ പേരിന് ആ വീട് നിൽക്കണം 10 സെൻറ്റ് എഴുതിയിട്ട് അത് വിറ്റ് എനിക്ക് ചിലവഴിക്കണമെന്ന് വെച്ചിട്ട് നടക്കണമില്ല. അത് ഗ്യാസൊക്കെ കൊടുത്തിട്ടും അവർ ഒരു വയസ്സെടുത്ത് നമ്മളെ ഒഴിവാക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ വന്ന് ഇവിടെ ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കണം. ഞാൻ ഒരുപാട് പ്രാവശ്യം അത് ഇതിനൊക്കെ നടന്നിട്ടൊന്നും ഒരു രക്ഷയില്ല. ചികിത്സാ സഹായം പോലും ഇല്ല. ഈ മരുന്നിന് പോലും 5 പൈസ എടുക്കാനില്ലാതെയാണ് ഇപ്പം വിഷമിക്കണം. ആ കണക്കിലാണ് ഇവിടെ പോകണം. ആഹാരം പോലും സമയത്തില്ല. ഈ ശരീരം തളർന്നു പോയതുകൊണ്ട് വേല ചെയ്ത് ജീവിക്കാൻ പോലും വയ്യാത്ത കണ്ടീഷനാണ്. അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജീവിതം. ഒരു വിഷയം പേടിച്ചിട്ടിട്ട് ഇടത് കണ്ണും കാണാൻ വയ്യാത്തതുകൊണ്ട് തയ്ക്കും. എൻ്റെ ജോലി പോലും ചെയ്യാൻ എനിക്ക് പാങ്ങില്ലാതായി. ഞാൻ കൊറോണ കാരണം നാട്ടിൽ കയറി വന്നതാണ്. ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പം 1.5 വർഷമായി. ഇതുവരെയ്ക്കായിട്ട് സർക്കാരിന് ഒരു സഹായം ഒന്നും കിട്ടിയിട്ടില്ല. ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. പിന്നെ പ്രവാസിയിൽ എഴുതി കൊടുത്ത് എന്നിട്ടും പൈസ കിട്ടിയിട്ടില്ല. ഒരു ആനുകൂല്യം ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയില്ല. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്താ അസുഖം? എനിക്ക് സുഖമില്ലാതെ വന്നതാണ്. എനിക്ക് പെട്ടെന്നൊരു തളർച്ച കണക്ക് വന്നതാണ്. പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയില്ല. 6 മാസം ലീവിന് ഞാൻ വന്നതാണ്. പിന്നെ പോകാൻ പറ്റിയില്ല. കൊറോണ കാരണം പോകാൻ പറ്റില്ല. ഒരു സഹായം ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല. ഒരുപാട് പേരെ സമീപിച്ചു. ആരെയൊന്നും 10 പൈസയും കിട്ടിയിട്ടില്ല. ഞാൻ പ്രവാസിയിലും എനിക്ക് വയ്യാന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ട് പോലും പൈസ കിട്ടിയിട്ടില്ല. ഞാൻ പൈസ അടയ്ക്കുന്നുണ്ട്. 340 രൂപയോളം മാസം തോറും അടയ്ക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് ഒരു പൈസയും കിട്ടിയിട്ടില്ല. നോർക്കയുടെ വാക്ക് വിശ്വസിച്ച് നോർക്കയുടെ ഓഫീസിലേക്ക് എത്തിയ പ്രവാസികൾക്ക് ആദ്യം അവരൊരു ക്ലാസ് ഒക്കെ കൊടുത്തു. പിന്നെ ഈ നോർക്കയുടെ ഓഫീസിൽ കയറി ഇറങ്ങാനായിരുന്നു ഓരോ പ്രവാസിയുടെയും വിധി. യാതൊരു പ്രയോജനവും കിട്ടിയില്ല. അത് മാത്രമല്ല, അവരുടെ ഓരോ പ്രവാസിയുടെ കയ്യിൽ നിന്നും 220 രൂപ രജിസ്ട്രേഷൻ ഫീസായി വാങ്ങുകയും ചെയ്തു. അതിനുശേഷം നോർക്കയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നവർക്ക് ഒരു ബാങ്കുകളുടെ ലിസ്റ്റാണ് കൊടുക്കുന്നത്. ഈ ബാങ്കുകളെ അപ്രോച്ച് ചെയ്യൂ, അവർ നിങ്ങൾക്ക് ലോൺ തരും. ഈ ബാങ്കുകൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ ഈ പ്രവാസിയുടെ പ്രമാണം, അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം വാങ്ങിയിട്ട് പോലും അവർക്ക് ലോൺ അനുവദിച്ചില്ല. അനുവദിച്ചവർക്കാകട്ടെ 12%, 18% പലിശയ്ക്കാണ് ഈ ബാങ്കുകളൊക്കെ ലോൺ അനുവദിച്ചത്. അതായത് ഈ നോർക്ക ബാങ്കുകളുടെ ഒരു ഇടനിലക്കാരനായി മാത്രമാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പ്രവാസി മലയാളിയാണ്. പിന്നെ അതുപോലെ ഈ COVID-19 സമയത്ത് ഞാൻ നാട്ടിൽ വരേണ്ട ഒരു ഗതികേട് വന്ന്, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പത്രങ്ങളിലും ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാം വായിച്ചപ്പോഴത്തേക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് വേണ്ടി പുനരധിവാസം എന്നുള്ള പദ്ധതിയിലൂടെ നമുക്ക് കുറച്ച് ലോണും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ് ഭാഗത്തു നിന്നും നോർക്ക വഴി എല്ലാം ചെയ്തു തരാൻ ഉറപ്പല്ല പറഞ്ഞ് അവർ പേപ്പർ നമ്മൾ വായിച്ചുള്ള രീതിയിലാണ് നമ്മളോട് എത്തി. ഞാൻ വന്നതിൻ്റെ ക്വാറന്റൈൻ കഴിഞ്ഞ് 28 ദിവസം ക്വാറന്റൈൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു. ആലങ്കോടുള്ള ഒരു നോർക്കയുടെ ഓഫീസുണ്ട്, വഞ്ചൂരുള്ള മാർക്കറ്റ് റോഡിലുണ്ട്.
അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരം അറിയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അറിയാമെന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ഏതെങ്കിലും ബ്രാഞ്ച് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴും ഇതെല്ലാം അവർ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ഞാൻ 220 രൂപ ഇതെല്ലാം രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് ചെന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇതൊരു ഭയങ്കരമായ ചതിയായിപ്പോയി. കാര്യം അവർ പറയുന്ന രീതിയിലായിരുന്നു ഉള്ള പ്രവർത്തനങ്ങളല്ല അവരുടെ ഭാഗത്ത് നോർക്കയുടെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ ഗവൺമെൻറ്റും പല പ്രോത്സാഹനങ്ങളും പല ഇതും തന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്കൊരു ഇതും വന്നിട്ടില്ല. ഇപ്പോഴും കടങ്ങളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ ഗതികേട്. ഇപ്പോൾ തിരിച്ചു പോകാനും പറ്റാത്ത കണ്ടീഷനായി, ജോലി നഷ്ടപ്പെട്ട് ഇപ്പോൾ കടം മേടിച്ചും കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ജീവിത രീതിയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പ്രവാസിയാണ്. അറിയപ്പെടുന്ന ഒരു ഓയിൽ കമ്പനിയിലെ മെക്കാനിക്കൽ സൂപ്പർവൈസറും കൂടിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് മെസ്സേജ് വന്നു, റിട്ടേൺ ചെല്ലണ്ട അജിത് കുമാർ. എൻ്റെ പേര് അജിത് കുമാർ വാസുദേവൻ എന്നാണ്. ഞാൻ ആറ്റിങ്ങൽ സ്വദേശിയാണ്. റിട്ടേൺ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഞാനിതിൽ എന്താ ചെയ്യേണ്ടത്? പ്രവാസികളെ കണ്ടു. അവർ എൻ്റെ വസ്തുവിന് പ്രമാണമാണ് ചോദിക്കണം. എനിക്ക് 5 സെൻറ്റ് വസ്തുവേ ഉള്ളൂ. എനിക്ക് 2 മക്കളുമുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്. ഞങ്ങളിതിൽ എന്താ ചെയ്യേണ്ടത്? ഈ പ്രവാസികൾ എന്താ 220 രൂപ എടുത്ത് നോർക്കയിൽ ഞാൻ ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ വസ്തുവിൻ്റെ പ്രമാണമാണ് ആവശ്യപ്പെടണം. കുറച്ച് ബാങ്കിൻ്റെ ഫയലും തന്നു. ആ ബാങ്കിൽ നിന്ന് നമുക്ക് ചെന്നിട്ട് ഒരു ഉപയോഗവുമില്ല. ഞങ്ങൾ ഈ പ്രവാസികൾ എന്താ ചെയ്യേണ്ടത്? ആത്മഹത്യ ചെയ്യണോ? ആത്മഹത്യ ചെയ്യേണ്ട വക്കീലാണ്. എനിക്കിപ്പോൾ 49 വയസ്സ് കഴിഞ്ഞു. 50 വയസ്സ് വരെ ഓയിൽ കമ്പനിയിൽ കിട്ടും. 55 വയസ്സാണ് ആദ്യം പറഞ്ഞത്. 50 വയസ്സ് വരെ കിട്ടും. ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരുടെ ഇത് കംപ്ലൈൻറ്റ് ഇടുക? നോർക്കയുടെ ആരുടെ കംപ്ലൈൻറ്റ് ഇടുക? ഈ PF പോലും കിട്ടാതെ ഞങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പിരിച്ചു വിടണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. സഹിക്കാൻ പറ്റുന്നില്ല. റോഡിൽ കൂടി നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ പലപ്പോഴും കാണാറുണ്ട് 70 രൂപ ബിരിയാണി എന്നൊക്കെ ഒരു തട്ട് വെച്ച് ഒരു സ്ത്രീയോ അല്ലെങ്കിൽ പുരുഷനോ ഇരിക്കുന്നത് കാണാറുണ്ട്. ഇവരിൽ പലരും പ്രവാസികളാണ്. ഇവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ഇത്തരം പണികൾ, പ്ലംബിംഗ്, പെയിന്റിംഗ് തുടങ്ങിയ പണികളൊക്കെ എടുത്താണ് ഇവർ പലരും ജീവിക്കുന്നത്. ഏതായാലും ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. വിസ്മയ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.